താമരശ്ശേരി കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ടിനെതിരെ ഇപ്പോൾ നൽകിയിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോ നിയമപരമായി കോടതിയിൽ നിലനിൽക്കില്ല എന്ന പരാതിക്കാരനും പൊതുപ്രവർത്തകനുമായി സൈദൽ അലി തിരുവമ്പാടി. പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തുന്ന നാടകത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. താമരശ്ശേരി അമ്പായത്തോട്ടിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കോഴിയറവ് സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഇന്നലെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിറക്കിയത്. 2019 മുതൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്ലാന്റ് ഇരുതുള്ളിപ്പുഴയിലെ വെള്ളവും വായുവും മലിനമാക്കിയതിനെതിരെ ഒരു നാട് മുഴുവൻ സമരത്തിലായിരുന്നു. സ്റ്റോപ്പ് മെമ്മോ വന്നതിന് പിന്നാലെ സമരസമിതി ഉൾപ്പെടെ ആഹ്ലാദത്തിലായിരുന്നു. താൽക്കാലികമായി ഇതിൽ സന്തോഷമുണ്ടെങ്കിലും ശരിക്കും ഇത് കോടതിയിൽ നിലനിൽക്കാത്തൊരു കേസാണ്. ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാം. പോലീസിന് അതുപോലെ ശുദ്ധജല സ്രോതസ് മലിനമാക്കിയതുമായി ബന്ധപ്പെട്ട് എടുക്കാം. കാരണം 23-ലും 24-ലും എല്ലാം അവിടെ വെള്ളം കയറിയിട്ടുള്ളതാണ്. ഈ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട് അവർ മാലിന്യം ഇതാക്കിയതിന് നേരത്തെ ഫൈൻ ഈടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അഡ്വക്കറ്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി ഈ ഉത്തരവ് ഇത്രയും ഒരു റഫായിട്ട് എഴുതിയത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ എന്നുകൂടെ പരിശോധിക്കണം. കാരണം ഈ ഉത്തരവിൽ കാര്യമായ കണ്ടന്റുകളോ മറ്റുള്ളതോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ വെള്ളം കയറി ദുരിതം അനുഭവിച്ച അവിടുത്തെ ജലം പരിശോധിക്കുകയോ പരിസരവാസികളായ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ പോലീസിന് ഇതിന് BNS വകുപ്പ് ചേർത്തിട്ട് കേസെടുക്കാം ശുദ്ധജലം മലിനപ്പെടുത്തിയതിന്. ഈ വക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഉത്തരവിൽ തന്നെ പരിശോധനയുടെ ഭാഗമായി എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂട്ടുക എന്ന് പറഞ്ഞത് അതൊരു കണ്ടന്റ് ഇല്ലാത്ത ഒരു ഓർഡറാണ്. ഈ ഓർഡർ കോടതിയിൽ നിലനിൽക്കുകയില്ല എന്നാണ് വിദഗ്ധരുമായി അന്വേഷിച്ചതിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്.